PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 138/2023. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇവിടെ കുറച്ച് അംഗങ്ങളുടെ പേര് നൽകിയിരിക്കുന്നു. ഇവയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനർസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? ഇവയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനർസംഘടന നടത്തുവാൻ രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. ഫസൽ അലി കമ്മീഷനാണ് സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി. അതിൽ ഫസൽ അലി, KM പണിക്കർ, VP മേനോൻ ഇല്ല, HN കുൻസ്രു ആണ് ഉള്ളത്. അപ്പോൾ അതും തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. രണ്ടാമത്തെ ചോദ്യം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂക്ഷിത ഞായറാഴ്ച, ബോക്സർ കലാപം. ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിത ഞായറാഴ്ച. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. രക്തരൂക്ഷിത ഞായറാഴ്ച, അതായത് ബ്ലഡി സൺഡേ, അത് റഷ്യൻ വിപ്ലവമാണ്. ബോക്സർ കലാപം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ ചോദ്യം, പൈൻഗംഗ, തുംഗഭദ്ര, ദാമോദർ, തിസ്റ്റ. ഇന്ത്യയിലെ ചില നദികളാണവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏതാണ്? ഗോദാവരിയുടെ പോഷക നദി ഏത്? പെൻഗംഗയാണ് ഗോദാവരിയുടെ പോഷക നദി. ഉത്തരം ഓപ്ഷൻ സി ആണ്. നാലാമത്തെ ചോദ്യം, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നു? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്, അത് ഇതിലില്ല. അഞ്ചാമത്തെ ചോദ്യം, 1947 K. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947 K. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, തൃശ്ശൂർ. ആറാമത്തെ ചോദ്യം, മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടത്തിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടത്തിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, കോണ്ടൂർ രേഖകൾ. ഏഴാമത്തെ ചോദ്യം, അലഹബാദ് ഹാൽദിയ, സാദിയ ധൂബ്രി, കോട്ടപ്പുറം കൊല്ലം, കാക്കിനാട പുതുച്ചേരി. ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകൾ ആണ് ഇവ. ഇവയിൽ NW1 ഏതാണ്? NW1 ഏത്? ഉത്തരം അലഹബാദ് ഹാൽദിയാണ് NW1. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒന്നാണ് ശരിയായിട്ടുള്ളത്. സാദിയ ധൂബ്രി NW2 ആണ്. കോട്ടപ്പുറം കൊല്ലം NW3 ആണ്. കാക്കിനാട പുതുച്ചേരി NW4 ആണ്. എട്ടാമത്തെ ചോദ്യം, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഉത്തരം ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്, ഓപ്ഷൻ സി. ഒൻപതാമത്തെ ചോദ്യം, 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിലേതാണ്? 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിലേതാണ്? ഉത്തരം ഓപ്ഷൻ എ, UN രക്ഷാസമിതി. പത്താമത്തെ ചോദ്യം, നെല്ല്, കരിമ്പ്, ചോളം, ഗോതമ്പ് മേൽപ്പറഞ്ഞ കാർഷിക വിളകളിൽ ഉൽപാദനത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തുള്ള വിള അല്ലെങ്കിൽ വിളകൾ ഏതാണ്? നെല്ല്, കരിമ്പ്, ഗോതമ്പ് എന്നിവ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ്. ഉത്തരം ഇതിലില്ല. 11ാമത്തെ ചോദ്യം, സിയാൽ, ഹിൻഡാൽകോ, കൊച്ചി മെട്രോ, ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ്. ഊർജ്ജ സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്. ഏതാണ് അത്? ഊർജ്ജ സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്. ഏതാണത്? ഉത്തരം PCBL, ഓപ്ഷൻ ബി. 12ാമത്തെ ചോദ്യം,
പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്? ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്? നിവർത്തന പ്രക്ഷോഭം, ഈഴവ മെമ്മോറിയൽ, പുന്നപ്ര വയലാർ കലാപം, അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം പുന്നപ്ര വയലാർ കലാപമാണ്. ഓപ്ഷൻ ഡി. നിവർത്തന പ്രക്ഷോഭം 1932 നടന്നത്. തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായിട്ടാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത്. ഈഴവ മെമ്മോറിയൽ 1896 നടന്നത്. ഈഴവർക്ക് പ്രാതിനിധ്യം ലഭിക്കുവാൻ വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. പുന്നപ്ര വയലാർ സമരം 1946 നടന്നത്. പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടിയാണ് അത് നടന്നത്. അഞ്ചുതെങ്ങ് കലാപം 1697 നടന്നത്. കേരളത്തിലെ ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. 13ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? കരിമ്പ്, ഗോതമ്പ്, പുകയില, കടുക് എന്നിവയാണ് തന്നിട്ടുള്ളത്. റാബി വിളയിൽ ഉൾപ്പെടാത്തത് കരിമ്പാണ്. അത് ഖാരിഫ് വിളയാണ്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. 1 ഒഡീഷ സുന്ദർഗഡ്, അത് ശരിയാണ്. 2 കർണാടക നീലഗിരി, അത് തെറ്റാണ്. നീലഗിരി തമിഴ്നാട്ടിലാണ്. കർണാടകത്തിൽ ബെല്ലാരി, ചിക്ക്മാംഗ്ലൂർ, ഷിമോഗ്, ചിത്രദുർഗ് എന്നീ ഇരുമ്പയിര് ഖനന മേഖലകളാണ്. തമിഴ്നാട് സേലം, അത് ശരിയാണ്. ജാർഖണ്ഡ് സിംഗ്ബം, അതും ശരിയാണ്. മുകളിൽ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ്? മുകളിൽ തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡി 2 കർണാടകം നീലഗിരി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 15ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിട്ടുള്ളത് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, പെട്രോളിയം, തിരമാലയിൽ നിന്നുള്ള ഊർജം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ സി ആണ്, പെട്രോളിയം. അത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. 16ാമത്തെ ചോദ്യം, ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? 1 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു, അത് ശരിയാണ്. 2 ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ, അതും ശരിയാണ്. 3 2015 ഏപ്രിലിലെ കണക്കനുസരിച്ച് 170 രാജ്യങ്ങൾ അംഗങ്ങളാണ്, അത് തെറ്റാണ്. 164 രാജ്യങ്ങൾ അംഗങ്ങളായിട്ടാണ് ഉള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉമാണ്. ഉത്തരം ഓപ്ഷൻ ഡി. 17ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവങ്ങളുടെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു, അതാണ് തെറ്റായിട്ടുള്ളത്. 18ാമത്തെ ചോദ്യം, 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, നിർമ്മല സീതാരാമൻ. 20ാമത്തെ ചോദ്യം, ഒന്നാം പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 21ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത്? ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ.
22ാമത്തെ ചോദ്യം ഡോക്ടർ PM മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്? ഡോക്ടർ PM മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. 23ാമത്തെ ചോദ്യം കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശം ഏതാണ്? കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ച പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മൺട്രോ തുരുത്ത്, കൊല്ലം. 24ാമത്തെ ചോദ്യം ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി കണ്ണൂർ. 25ാമത്തെ ചോദ്യം ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഉത്തരം ഓപ്ഷൻ എ ഗവർണർക്ക്. 26ാമത്തെ ചോദ്യം വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. 27ാമത്തെ ചോദ്യം ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത്? ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR രാജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത്? ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായി. 28ാമത്തെ ചോദ്യം UNAയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് എത്രാമത്തേതാണ്? ഉത്തരം ഓപ്ഷൻ ബി 6ാമത്തേത്. 29ാമത്തെ ചോദ്യം 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യപ്രമേയം എന്തായിരുന്നു? 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യപ്രമേയം. ഉത്തരം ഓപ്ഷൻ എ ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ മുഖ്യപ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കുക, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ്. 30ാമത്തെ ചോദ്യം മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? മൗലികാവകാശങ്ങളുടെ ശില്പി ആര്? ഉത്തരം ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. 31ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ പുറ്റടി, ഇടുക്കി. 32ാമത്തെ ചോദ്യം ജനകീയ ആസൂത്രണ സ്ഥാപനത്തിൻ്റെ ഈയിടെ ആഘോഷിച്ച ജൂബിലി ഏതാണ്? ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. 33ാമത്തെ ചോദ്യം PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഗവർണർ. 34ാമത്തെ ചോദ്യം COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സ്പുട്നിക്. 35ാമത്തെ ചോദ്യം ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ അയഡിൻ. 36ാമത്തെ ചോദ്യം ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 120/80 mmHg. 37ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ജീവകം എ റെക്റ്റിനോൾ, അത് ശരിയാണ്. ജീവകം സി റൈബോഫ്ലാവിൻ, അത് തെറ്റാണ്. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത് ജീവകം B2ൻ്റെ ശാസ്ത്രീയ നാമമാണ്. ജീവകം B1 തയാമിൻ, അത് ശരിയാണ്. ജീവകം ഇ ടോക്കോഫെറോൾ, അതും ശരിയാണ്. ശരിയല്ലാത്ത ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ബി. 38ാമത്തെ ചോദ്യം ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഹൃദ്യം പദ്ധതി. 39ാമത്തെ ചോദ്യം ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല ഏതാണ്?
ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തൃശൂർ. 40ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? താഴെ പറയുന്നവയിൽ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതാണ്? തന്നിരിക്കുന്നത് ഗോയിറ്റർ, ക്രിറ്റിനിസം, ഹൈപ്പോതൈറോയിഡിസം. ഇവയെല്ലാം അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. 41ാമത് ചോദ്യം, TPRൻ്റെ പൂർണ്ണരൂപം എന്താണ്? TPRൻ്റെ പൂർണ്ണരൂപം. ഉത്തരം ഓപ്ഷൻ ബി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. 42ാമത് ചോദ്യം, 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടനാണ്? 1 കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടനാണ്? ഉത്തരം ഓപ്ഷൻ സി 9.8 ന്യൂട്ടൺ. 43ാമത് ചോദ്യം, മഴവില്ല് ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? മഴവില്ല് ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്രകീർണനം. 44ാമത് ചോദ്യം, ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം ഏത് ബലമാണ്? ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം ഏത് ബലമാണ്? ഉത്തരം ഓപ്ഷൻ ബി കൊഹിഷൻ ബലം. 45ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 2വിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ചന്ദ്രയാൻ 2വിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആര്? ഉത്തരം ഓപ്ഷൻ എ മുത്തയ്യ വനിത. 46ാമത്തെ ചോദ്യം, തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി റോജർ പെൻറോസ്. 47ാമത്തെ ചോദ്യം, അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം ഏത്? ഉത്തരം ഓപ്ഷൻ ബി Al2O3 2H2O. 48ാമത്തെ ചോദ്യം, പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കാൽഷ്യം ഓക്സൈഡ്. 49ാമത്തെ ചോദ്യം, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ഡി ബ്ലോക്ക്. 50ാമത്തെ ചോദ്യം, 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി എമ്മാനുവൽ ഷാർപ്പൻറ്റിയർ, ജെന്നിഫർ എ ഡൗഡ്ന. 51ാമത് ചോദ്യം, ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സാങ്കേതികത്തിലാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ ക്രിസ്പർ-കാസ്9. 52ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി KM പണിക്കർ. 53ാമത്തെ ചോദ്യം, സാരെ ജഹാൻ സെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ്? സാരെ ജഹാൻ സെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി മുഹമ്മദ് ഇക്ബാൽ. 54ാമത്തെ ചോദ്യം, ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസം? ഉത്തരം ഓപ്ഷൻ സി ജൂലൈ 5. 55ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്കക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വി ഷിനിലാൽ. 56ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ ആയി അറിയപ്പെടുന്ന സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബാലൻ. 57ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്?
ഉത്തരം ഓപ്ഷൻ സി ഹോക്കി. 58ാമത്തെ ചോദ്യം, രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ക്രിക്കറ്റ്. 59ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ജിമെയിൽ. 60ാമത്തെ ചോദ്യം, മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ഓപ്ഷൻ ബി ബയോമെട്രിക് സെൻസർ. 61ാമത്തെ ചോദ്യം, റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ ഡി വാൻ. 62ാമത്തെ ചോദ്യം, ഡിജിറ്റൽ എംപവർമെൻറ്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെൻറ്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ഏതാണ്? ഡിജിറ്റൽ എംപവർമെൻറ്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെൻറ്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കൈറ്റ്. 63ാമത്തെ ചോദ്യം, സായുധ സേനാ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസ് ഏതാണ്? സായുധ സേനാ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സെഹത് OPD. 64ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രസ്താവന സിയും ഡിയുമാണ് ശരിയായിട്ടുള്ളത്. സി, പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. ഡി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. 65ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്? ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 2019. 66ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും തെറ്റായിട്ടാണ് ഉള്ളത്. 67ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാകുന്നത്? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ വകുപ്പ് 279. 68ാമത്തെ ചോദ്യം, കുട്ടികളെ ലൈംഗികാതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ്? കുട്ടികളെ ലൈംഗികാതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സെക്ഷൻസ് കോർട്ട്. 69ാമത്തെ ചോദ്യം, ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ മാർച്ച് 15. 70ാമത്തെ ചോദ്യം, ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ്? ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ്? ഉത്തരം ഓപ്ഷൻ സി അനുച്ഛേദം 24. ഈ വീഡിയോയിൽ 70 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ എക്സാമിനും ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ്. ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.